ഉണ്ടെന്ന് എനിക്കറിയാം. നീ ആ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാതെ ആ വിളക്കൊന്ന് കത്തിച്ചേ. മഴയൊന്ന് ചാറിയാ മതി, പ്രത്യേകം നശിച്ച കണ്ണങ്ങ് പോകും. മോളെ, അച്ഛനമ്മ വരാറായില്ലേ? ഏറ്റുമാനൂരായി അച്ഛമ്മേ. കുറച്ചു മുമ്പ് അച്ഛൻ വിളിച്ചായിരുന്നു. മഴയായതുകൊണ്ട് അവര് പതിയെ വരുന്നത്. അച്ഛമ്മേ, അച്ഛമ്മയുടെ പഴയ ട്രങ്ക് പെട്ടിയില് ഒരു സിസ്റ്റർ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആരാ അച്ഛമ്മേ അത്? നീ ഏത് ഫോട്ടോയുടെ കാര്യമായി പറയുന്നേ? എനിക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കൊള്ളാം. ഒരു സാധനം പോലും കളഞ്ഞേക്കല്ലേ. എല്ലാ സാധനവും അതുപോലെ തിരിച്ചു വെച്ചേക്കണം. എന്റെ പൊന്നോ, വെച്ചോളാം. ഈ ഫോട്ടോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഈ ഫോട്ടോ വേറെ നീ കണ്ടിട്ടില്ല? എന്റെ സ്കൂളിൽ ഇതേപോലത്തെ ഒരു സിസ്റ്റർ അമ്മയുടെ ഫോട്ടോ കണ്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ കാരണം. നീ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സെന്റ് തെരേസാസ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ പാർക്കിൽ. എന്റെ ആണല്ലോ. എന്നാ ഇതുപോലൊരു അമ്മയുടെ ഫോട്ടോ അല്ല, ആ ഫോട്ടോയിലുള്ള അമ്മ തന്നെയാണ് ഇതും. ആണോ? സ്കൂളിലുള്ള ഫോട്ടോ അച്ഛമ്മയ്ക്ക് എങ്ങനെ കിട്ടി? ഇതാരാ അച്ഛമ്മ എന്ന് പറ. അതങ്ങനെ ഒറ്റ വാക്കി പറയാനൊക്കത്തില്ല കുഞ്ഞെ. എന്നാ അച്ഛമ്മ എന്ന് പറഞ്ഞതായിരിക്കും. ഇതാണ് മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ. ഓ, ആ അമ്മയുടെ പേര് പറഞ്ഞപ്പോ തന്നെ കരണ്ട് വന്നല്ലോ. അതങ്ങനെ വരത്തുള്ളൂ ലച്ചു. അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു മഹത്വ വ്യക്തിയാണ് ഈ അമ്മ. ഇതൊക്കെ അച്ഛമ്മയ്ക്ക് എങ്ങനെ അറിയാം? അച്ഛമ്മ പഠിച്ചതും നീ പഠിക്കുന്ന സ്കൂൾ പോലെ ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അവിടുത്തെ അമ്മമാരും വൈദികരും പറഞ്ഞെന്ന കഥയായതൊക്കെ. പിന്നെ അമ്മയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളും അച്ഛമ്മ വായിച്ചിട്ടുണ്ട്. ഇതാണ് നീ പഠിക്കുന്ന സ്കൂളും മറ്റനേക സ്കൂളുകളും കോളേജുകളും അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും, അങ്ങനെ നിരവധി വലിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നൽകിയ വലിയൊരു വ്യക്തിയാണ് ഈ അമ്മ. അച്ഛമ്മേ, ഇതൊക്കെ കേട്ടപ്പോ ഈ അമ്മയെ പറ്റി എനിക്കും അറിയണം. ദൈവദാസി മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ എറണാകുളത്തിന്റെ മുഖചിത്രം മാറ്റിവരച്ചത് മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ എന്ന കൊച്ചിയുടെ സ്വന്തം അമ്മ. സ്വയം എരിഞ്ഞ് അപരന് പ്രകാശം നൽകിയ ദിവ്യതാരമാണ് അമ്മ. 1.25 നൂറ്റാണ്ട് മുൻപ് കൊച്ചിയിൽ അനാഥാലയവും വൃദ്ധമന്ദിരവും പാവപ്പെട്ടവർക്കായുള്ള ചികിത്സാ കേന്ദ്രവും പെൺകുട്ടികൾക്കായുള്ള ഇംഗ്ലീഷ് സ്കൂളും മാതൃഭാഷാ സ്കൂളുമെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ദൈവദാസി മദർ തെരേസയുടെ നേതൃത്വത്തിലാണ്. അക്കാലത്ത് പാശ്ചാത്യ മിഷണറിമാർ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന് പിന്നീട് കേരളത്തിന്റെ സാമൂഹിക വികസനത്തിനായി ജീവിച്ചയാള് എന്ന നിലയിൽ മദർ തെരേസയുടെ മഹത്വം ഏറെ വലുതാണ്. ജാതി വ്യവസ്ഥയും സാമൂഹിക അനാചാരങ്ങളും അരങ്ങുവാണിരുന്ന കാലത്താണ് സിസ്റ്റർ തെരേസ കേരളത്തിൽ എത്തുന്നത്. അവർണ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസവും സാമൂഹിക പരിഗണനയും നിഷേധിക്കപ്പെട്ടിരുന്ന 19-ാം നൂറ്റാണ്ടിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച നവോത്ഥാന നായികയാണ് മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ. മനുഷ്യത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും വാത്സല്യത്തിന്റെയും സേവന പ്രവർത്തനങ്ങളുടെയും ആൾ രൂപമായിരുന്ന ദൈവദാസി മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലീമയുടെ കഥയാണിത്. എല്ലാ അർത്ഥത്തിലും കൊച്ചിയുടെ അമ്മയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്തമ സന്യാസിനി. പഴയ മദിരാശിയിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച മേരി ഗ്രേസ് ലിലിമയാണ് പിൽക്കാലത്ത് സന്യാസിനിയാവുകയും ദൈവദാസി മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. മദ്രാസിൽ നിന്നും 1879 അധ്യാപികയായി ആലപ്പുഴയിൽ എത്തുന്നതോടെ മലയാളക്കരയുമായുള്ള മേരി ഗ്രേസിന്റെ ബന്ധം ആരംഭിക്കുന്നു. തന്റെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണെന്നും അവരെ സേവിക്കാൻ ഏറ്റവും ഉചിതം സന്യാസത്തിന്റെ പാതയാണെന്നും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മേരി ഗ്രേസ് തിരിച്ചറിഞ്ഞു. 1882 കർമ്മലീത്ത സഭയിൽ